ഇതിലൂടെ ആളുകൾ വരുമാനം വാങ്ങുന്നുണ്ടോ, ഇതിലൂടെ ആളുകൾ സക്സസ് ആകുന്നുണ്ടോ എന്നുള്ള പലതരത്തിലുള്ള പല ഡൗട്ട്സുകളും ഇനി നിങ്ങൾക്കുള്ള പല വ്യക്തികൾക്കും ഇതിലുണ്ടാവും. സോ നമുക്ക് സമയത്തിന്റെ പരിമിതി വളരെ കുറവാണ്. സോ ഈ ഒരു ബിസിനസ് ഒന്ന് ചെയ്തുകൊണ്ട് ഈ ഒരു ബിസിനസ്സിലൂടെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികളുടെ എക്സ്പീരിയൻസ് നമുക്ക് ഇന്ന് ഇവിടെ അവൈലബിൾ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വളരെ ചുരുങ്ങിയ ടൈം കൊണ്ടാണ് കമ്പനിയിൽ നിന്നും 20 ലക്ഷത്തിന് മുകളിൽ വരുമാനം വാങ്ങിച്ചുള്ള കമ്പനിയുടെ എമറർ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഫർസൻ സർ ഈ ഒരു പേജിലൂടെ ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യാണ്. സോ ഫർസൻ സർ, മോസ്റ്റ് വെൽക്കം. Thank you so much, Irshad sir. Thank you so much. Wonderful. Good evening all. പേര് പരിചയപ്പെടുത്തി, പേര് മുഹമ്മദ് ഫർഷിൻ, സ്ഥലം മലപ്പുറം കൊണ്ടോട്ടിയാണ്. ഈ ഒരു അവസരത്തിൽ കയറാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. പല ആളുകളും പിന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കയറി ഞാൻ എൻ്റെ ഒരു ഷോർട്ട് എക്സ്പീരിയൻസ് പറയാം, ഞാൻ എങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് എത്തി. നിങ്ങൾ എല്ലാവരും ബ്ലെസ്സിങ് ആണ് ഈ ഒരു ബിസിനസിന്റെ ഭാഗമായി ഒരു പ്രോജക്റ്റ് കേൾക്കാൻ അവസരം കിട്ടിയത്. കാരണം 2022 എൻ്റെ ഒരു ഡിഗ്രി കാലഘട്ടം കഴിഞ്ഞ് നിൽക്കുന്ന ഒന്നും എവിടെയും എത്താതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ. ഒരുപാട് അവസരങ്ങൾ സെർച്ചിങ് ആണ്, ഏത് മേഖല തെരഞ്ഞെടുക്കും, അടുത്ത ഹയർ സ്റ്റഡീസ് പഠിക്കണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോബിന് പോകണോ, അല്ലെങ്കിൽ ഗൾഫിലേക്ക് ടിക്കറ്റ് എടുക്കണോ, ഇങ്ങനെ ഒരു കൺഫ്യൂഷനിലുള്ള ടൈമിലാണ് എനിക്കൊരു അവസരം എൻ്റെ ബ്രദറിലെ സ്വന്തം അളിയൻ ഈ ബിസിനസ്സിലെ എക്സിക്യൂട്ടീവ് ഡയമണ്ട് സുഫാൻ സർ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതേ എന്നോട് പറഞ്ഞു, കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് വിജയിക്കാം, ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം, കൂടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ 35,200 കൊടുത്ത് 12 ബോട്ട് എടുത്ത് എന്റെ കൂടെ ഫ്രാഞ്ചൈസി എടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിന്റെ ലൈഫിലൊരു മാറ്റം, നിന്റെ ഫാമിലി ലൈഫിലൊരു മാറ്റം ഉണ്ടാക്കി തരാൻ പറ്റും എന്നുള്ളൊരു പൂർണ്ണ ഒരു ഉറപ്പ് എനിക്ക് തന്നതോടുകൂടി ഞാൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ കൂടെ ബിസിനസ് ഏറ്റെടുത്തു. ഇന്ന് ഏകദേശം 3 വർഷം കംപ്ലീറ്റ് ചെയ്യുന്നു ഈ ബിസിനസ്സിൽ. എന്ത് നേടി അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി ലൈഫിൽ ചോദിക്കുകയാണെങ്കിൽ ടോട്ടലി ഈ ബിസിനസ്സിലൂടെ വെറും 35,200 രൂപ കൊടുത്ത് ഫ്രാഞ്ചൈസി എടുത്ത് ഈ ബിസിനസ് ടോട്ടൽ പ്രോഫിറ്റ് 43 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ പറ്റി. കഴിഞ്ഞ 3 വർഷം കൊണ്ട് 43 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് നെറ്റ് പ്രോഫിറ്റ് വാങ്ങിക്കാൻ എന്നെ കൊണ്ട് പറ്റി എന്നുള്ളതാണ്. എന്റെ വയസ്സ് 25 വയസ്സാണ്. ഈ മേഖലയുടെ കഴിഞ്ഞ 3 വർഷം കൊണ്ട് 43 ലക്ഷം രൂപ വാങ്ങിക്കാൻ വേറെ ഏതെങ്കിലും മേഖലയിൽ നിന്ന് പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഈ മേഖല ആയതുകൊണ്ട് മാത്രം എനിക്ക് കിട്ടി എന്നുള്ളതാണ് സത്യം. കാരണം എന്റെ ക്വാളിഫിക്കേഷനോ എന്റെ എഡ്യൂക്കേഷനോ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് വേറെ ഒരു മേഖലയിൽ നിന്ന് പോലും വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് പൂർണ്ണ ബോധ്യമാണ്. ഈ ഒരു അവസരത്തിന്റെ ഭാഗമായതിന്റെ പേരിൽ മാത്രമാണ് ഇത്ര വരുമാനം വാങ്ങിക്കാൻ പറ്റിയത്. വരുമാനം വാങ്ങിയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഫാമിലി ലൈഫിലും എന്റെ കാര്യങ്ങളിലും ഒക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റി. എന്റെ ഉമ്മയുടെ ഉപ്പയുടെ വലിയൊരു ഡ്രീം ആയിരുന്നു ഒരുമിച്ച് ഒരു ഉംറ ചെയ്യണം എന്നുള്ളത്. അത് എനിക്ക് ഇതിലൂടെ നിറവേറ്റി കൊടുക്കാൻ പറ്റി. കഴിഞ്ഞ റമദാനിന് എല്ലാ കാര്യങ്ങളും എനിക്ക് നിറവേറ്റി കൊടുക്കാൻ പറ്റി. അതേപോലെ തന്നെ എന്റെ ചെറുപ്പം മുതലുള്ള ഒരു ഡ്രീം ആയിരുന്നു സ്വന്തമായിട്ട് ഒരു കാർ എടുക്കണം, അത് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള പൂർണ്ണ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ബിസിനസ് തുടങ്ങി ആദ്യത്തെ റാങ്ക് ഒരു ഡ്രീം റാങ്ക് ആയിരുന്നു, റൂബി എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ റാങ്ക്. അത് കംപ്ലീറ്റ് ചെയ്തതോടെ തന്നെ 11 ലക്ഷം രൂപ ഫ്രോൺസ് എന്ന വെഹിക്കിൾ ഇറക്കി. അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു, ഇന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നു. പക്ഷെ ഇന്ന് എമറാൾഡ് റാങ്ക് കംപ്ലീറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ ടൈമിൽ കഴിഞ്ഞ 2025 ഡിസംബറിൽ എന്റെ രണ്ടാമത്തെ വണ്ടി ലോഞ്ച് ചെയ്തു. ഏകദേശം 22 ലക്ഷം രൂപ ഹൈ റൈഡർ വെഹിക്കിൾ. ഇന്ന് ഞാൻ 2 വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു വണ്ടിയുടെ EMI 19,500 രൂപയും മറ്റൊരു വണ്ടിയുടെ EMI 30,000 രൂപക്ക് മുകളിലാണ്. ഈ 2 EMI ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് 25ാമത്തെ വയസ്സിൽ. കാരണം എനിക്ക് അതിനുള്ള വരുമാനം ഇൻഡസ്ട്രിയിലൂടെ വരുമാനം കിട്ടുന്നു, ഈ മേഖലയിലൂടെ കിട്ടുന്നു എന്നുള്ളതാണ് സത്യം. കാരണം ഇന്ന് എന്റെ പ്രായത്തിലുള്ള ആളുകൾക്ക് പല ആളുകളും 15,000 സാലറിക്ക് നിൽക്കുന്ന ആളുകൾ ഇന്നും നാട്ടിലുണ്ട്. ഗൾഫ് പോയ ആളുകൾ 20,000 30,000 സാലറിക്ക് നിൽക്കുന്ന ആളുകളുണ്ട്. ആ സ്ഥാനത്ത് സ്വന്തം 2 കാറ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ചെറിയ കാര്യമല്ല. ഈ ഒരു ബിസിനസിന്റെ ഭാഗമാവാൻ പറ്റി എന്നുള്ള ഒരൊറ്റ കാരണമാണ് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം. ഞാൻ അതിനെപ്പോഴും നന്ദി പറയുന്നു ദൈവത്തിൽ. കാരണം ഈ ഒരു ബിസിനസ് അല്ല എന്നുണ്ടെങ്കിൽ എന്റെ ലൈഫിൽ ഒരു മാറ്റങ്ങളും ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ട്. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ എന്റെ ഡ്രീമുകൾ 1 by 1 ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഒരു നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റി. ആരോടും നല്ല രീതിയിലേക്ക് സംസാരിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് മാറി എന്നുള്ളതാണ് സത്യം. കാരണം ഇന്ന് എന്റെ പ്രായത്തിലുള്ള ആളുകൾക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ സംസാരിക്കണം, ഒരു പേഴ്സണാലിറ്റി പോലും ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ എനിക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് മാറാൻ പറ്റി, ഒരു ഫോർമൽ ലെവലിലേക്ക് മാറാൻ പറ്റി ലൈഫ് എന്നുള്ളത് വളരെ പ്രൗഡായിട്ട് പറയുന്നു. അത് മാത്രമല്ല എന്റെ അക്കൗണ്ടിലേക്ക് മാത്രമല്ല വരുമാനം വന്നത്, ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത കാരണത്താൽ ഇന്ന് എന്റെ കൂടെ 500ഓളം ബിസിനസ് പാർട്ട്നേഴ്സ് എന്റെ കൂടെ ഉണ്ട്, 500ഓളം ഫാമിലി എന്റെ കൂടെ ഉണ്ട്. അതിൽ 200ഓളം യങ്സ്റ്റേഴ്സ് എന്റെ പോലെ തന്നെ പല മേഖലയിൽ നിന്ന് വർക്ക് എടുത്ത ആളുകൾ ഇന്ന് ഈ ബിസിനസ് ഏറ്റെടുത്ത് അവരെ ഫാമിലിനെ നന്നായിട്ട് നോക്കുന്ന ലെവലിലേക്ക് മാറി എനിക്ക് മാറ്റാൻ പറ്റി. അതിനൊരു ഭാഗമാവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. സോ 2022 ഈ പ്രോജക്ട് സ്വന്തം അളിയന്റെ കയ്യിൽ നിന്ന് കേൾക്കുന്ന, ബ്രദറിലോന്റെ കയ്യിൽ നിന്ന് കേൾക്കുന്ന ടൈമിൽ അന്നൊരു എസ്ഒ അല്ലെങ്കിൽ നോ എന്നുള്ള തീരുമാനം, അന്ന് നോ എന്നുള്ള തീരുമാനമാണ് ഞാൻ എടുത്തതെന്നുണ്ടെങ്കിൽ
ഞാൻ ഇന്ന് ഈ മീറ്റിംഗിൽ കയറാൻ അവസരം ലഭിക്കാത്തൊരു വ്യക്തിയായാണ്. അന്നൊരു എസ് എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഇന്ന് എന്റെ ഫാമിലി ലൈഫിലും എന്റെ ലൈഫിലും ഒരു വലിയൊരു മാറ്റം ഉണ്ടാക്കി കൊടുക്കാനും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് കയറി എക്സ്പീരിയൻസ് പറയാനും പറ്റി എന്നുള്ളതാണ്. ഇന്ന് നിങ്ങൾക്കാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. നല്ലൊരു തീരുമാനം എടുക്കുക, ഏറ്റെടുക്കുക. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ. ഓക്കെ, താങ്ക് യു ഫർസൻ സർ ഫോർ വാല്യുബിൾ എക്സ്പീരിയൻസ്. സോ നമുക്ക് സമയത്തിന്റെ പരിമിതി മൂലം ഒരു വ്യക്തിയുടെ എക്സ്പീരിയൻസ് കൂടി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ ഇത് കമ്പനിയുടെ തന്നെ മറ്റൊരു എമറാൾഡ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള കമ്പനിയിൽ നിന്നും 20 ലക്ഷത്തിന് മുകളിൽ വരുമാനം വാങ്ങിയിട്ടുള്ള ഫഹ്മിൻ സർ, കൊണ്ടോട്ടി സ്വദേശിയായിട്ടുള്ള ഫഹ്മിൻ സർ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ അവൈലബിൾ ആണ്. സോ മോസ്റ്റ് വെൽക്കം ഫഹ്മിൻ സർ. Yes, thank you, sir. Thank you so much for giving me a warm welcome. First of all, എന്നെ ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് മുഹമ്മദ് ഫഹ്മിൻ, സ്വദേശം മലപ്പുറം കൊണ്ടോട്ടിയാണ്. സോ ഈ ഒരു ബിസിനസ്സോട് വരുന്നത് എന്റെ ഡിഗ്രി പഠനം പൂർത്തിയായി കഴിഞ്ഞ ശേഷമാണ്. സോ എന്റെ ഡിഗ്രി പഠനം പൂർത്തിയായി. സോ അതിനുശേഷം പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ അത് വീട്ടിലുള്ള പാരന്റ്സിനോട് ക്യാഷ് ചോദിക്കാതെ എനിക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്തു തീർക്കണം എന്നുള്ള ഒരു ചിന്താഗതിയുള്ള വ്യക്തിയായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഡിഗ്രി പഠനത്തിന് ശേഷം പല രീതിയിലുള്ള പല ജോലികൾക്ക് ഞാൻ പോകുന്നുണ്ട്. പക്ഷെ ഈ ഒരു ജോലി കണ്ടിന്യൂസ് ആയി തുടർന്നു പോയ സമയത്ത് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഈ ഒരു ജോലി എന്റെ ലൈഫിലും ഞാൻ വീണ്ടും തുടർന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ എനിക്ക് സൃഷ്ടിക്കാൻ പറ്റില്ല എന്നും വേറെ ഒരു വ്യത്യാസങ്ങൾ എന്റെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്നും വ്യക്തമായിട്ടുള്ള ഒരു ബോധ്യം വന്നതോടുകൂടി നല്ല സാലറി കിട്ടുന്ന ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഹയർ സ്റ്റഡീസ് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഡിഗ്രിയിൽ തന്നെ എന്റെ കൂടെ പറ്റിയ സുഹൃത്ത് ഈ ഒരു അവസരം എനിക്ക് പരിചയപ്പെടുത്തിയത്. സോ 3 വർഷം ആ ഒരു സുഹൃത്തിന്റെ കൂടെ ഡിഗ്രി പഠിച്ചത് കൊണ്ട് തന്നെ ആ ഒരു വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു എന്നുള്ളതും ആ ഒരു വ്യക്തി വിശ്വസിക്കാൻ പറ്റുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയുടെ കൂടെ ഈ ഒരു സംരംഭം ഫുൾ ടൈം ആയി ഏറ്റെടുത്ത് ചെയ്തു. സോ ഈ ഒരു സംരംഭം ഏറ്റെടുത്ത് ചെയ്തതുകൊണ്ട് എന്ത് നേടി എന്ന് ചോദിക്കുകയാണെങ്കിൽ വെറും 37,200 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു സംരംഭത്തിലൂടെ ഇന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ടോട്ടൽ 24 ലക്ഷം രൂപയ്ക്ക് പുറത്ത് ടോട്ടൽ പ്രോഫിറ്റ് ഈ ഒരു ബിസിനസ് എനിക്ക് നേടാൻ പറ്റിയിട്ടുണ്ട്. സോ അത് മാത്രമല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞു, സ്റ്റാർട്ടിംഗ് സമയത്ത് പറഞ്ഞു, ഞാൻ എന്റെ ഡിഗ്രി പഠനത്തിന് ശേഷം പല ജോലിയൊക്കെ പോയിട്ടിരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത്. ഈ ഒരു ജോലികൾക്ക് പോകുന്ന സമയത്ത് എന്റെ ഒരു ആവറേജ് വരുമാനം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 18,000 രൂപ 19,000 രൂപയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ ഒരു ഡീറ്റെയിൽ വൈസ് സംസാരിക്കുന്ന സമയത്ത് മാസം 2 ലക്ഷം രൂപക്ക് മുകളിൽ ടോട്ടൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിലാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. സോ മാത്രമല്ല, പിന്നെ ഒരു 2 വീലർ പോലും ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്ത സംരംഭമാണ് ഈ ഒരു സംരംഭം. ഇന്ന് ഈ ഒരു സംരംഭത്തിലൂടെ 10 ലക്ഷം രൂപക്ക് മുകളിൽ വരുന്ന വാഹനം അത് പർച്ചേസ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ട്. സോ മാത്രമല്ല, ഇന്ന് ഓരോ യുവാക്കളുടെയും ആഗ്രഹമാണ് പല രീതിയിലുള്ള ട്രിപ്പുകൾ, ട്രാവലിങ്സ് എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. സോ ഈ ഒരു അവസരത്തിലൂടെ എന്റെ സ്വന്തം ഉമ്മയെ കൊണ്ട് എനിക്ക് തായ്ലൻഡ് എന്ന് പറഞ്ഞ അതിമനോഹരമായ രാജ്യത്തിലോട്ടും മലേഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തിലൂടെ എന്റെ സ്വന്തം ഉമ്മയെ കൊണ്ട് ഈ ഒരു അവസരം എനിക്ക് പോയി വരാൻ പറ്റിയിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ എന്റെ ലൈഫിൽ ഉണ്ടാക്കിയുള്ള ഒരു അവസരത്തിന്റെ പ്ലാൻ ആണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഓരോരുത്തരും കേട്ടത്. സോ ഈ ഒരു അവസരം നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ പറ്റും. സോ അതിനെ സർവശക്തനായ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ആശംസിക്കുന്നു. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ഫഹ്മിൻ സർ ഫോർ എ വാല്യുബിൾ എക്സ്പീരിയൻസ്. സോ അടുത്ത നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന്റെ വൈനസ് സെക്ഷനിലോട്ട് കിടക്കുകയാണ്. സോ സാബിക് സർ ഇവിടെ പ്ലാൻ പറഞ്ഞ ടൈമിൽ ഇവിടെ പറഞ്ഞു, കമ്പനിയിലൂടെ 1 കോടിക്ക് മുകളിൽ ഒരു സാധാരണക്കാരനായി ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 1 കോടിക്ക് മുകളിൽ വരുമാനം വാങ്ങിയിട്ടുള്ള ഏകദേശം 150 ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ ഈ പ്ലാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ടീം ജീവൻ ആനന്ദ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനിൽ മാത്രം ഇന്ന് 19ഓളം 1 കോടിക്ക് മുകളിൽ വരുമാനം വാങ്ങിയിട്ടുള്ള വ്യക്തികളുണ്ടെന്ന് പറഞ്ഞു. സോ ഇന്നൊരു ചീഫ് ഗസ്റ്റ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ അവൈലബിൾ ആണ്. ഒരു ആയിരിക്കും ഒരു ബിസിനസ് അവസരം ഏറ്റെടുത്ത് ഇന്ന് വളരെ ചുരുങ്ങിയ ടൈം കൊണ്ട് തന്നെ തന്റെ 25ാമത്തെ വയസ്സിൽ ഈ ഒരു സംരംഭത്തിലൂടെ 0 ഇൻവെസ്റ്റ്മെന്റോടെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് 1 കോടിക്ക് മുകളിൽ വരുമാനം വാങ്ങിയിട്ടുള്ള വേങ്ങര സ്വദേശിയായിട്ടുള്ള സഫാൻ മുഹമ്മദ് നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ മോസ്റ്റ് വെൽക്കം സഫാൻ സർ. Okay, thank you so much, Muhammad Irshad sir, for a wonderful introduction. പേര് പരിചയപ്പെടുത്തി സഫാൻ മുഹമ്മദ്. നിങ്ങൾ ഇന്ന് ഡിജിറ്റലി ഈ പരിചയപ്പെട്ട ഈ അവസരം എന്റെ 20ാമത്തെ വയസ്സിലാണ് ഏറ്റെടുക്കുന്നത്. പല ആൾക്കാരും ഇന്ന് പല സ്ഥലങ്ങളിലായിരിക്കും ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുക. ഇന്ത്യയിലുള്ള ആൾക്കാരുണ്ട്, ഇന്ത്യന്റെ പുറത്ത് പല ഭാഗങ്ങളിൽ നിന്നും അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു സുഹൃത്തിന്റെയോ ഒരു ബന്ധുവിന്റെയോ ക്ഷണം
സ്വീകരിച്ച് പല തിരക്കുകളുണ്ടായിട്ടും അതെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ആളുകളാണ്. കാരണം എന്റെ ലൈഫിൽ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കി ഇതേ അവസരമാണ് ഇന്ന് നിങ്ങൾ കേട്ടിട്ടുള്ളത്. ഈ ഒരു അവസരം ഏറ്റെടുക്കുന്നത് 20-ാമത്തെ വയസ്സിലാണെങ്കിലും ഏറ്റെടുക്കാനുണ്ടായ റീസൺ ശരിക്കും പറഞ്ഞാൽ 18-ാമത്തെ വയസ്സിൽ ഞാൻ ഉറച്ചൊരു തീരുമാനം എടുത്തിരുന്നു എന്നുള്ളതാണ്. 18 വയസ്സ് വരെ എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം, നന്നായിട്ട് പഠിച്ചാൽ നല്ല ജോലി കിട്ടും, നന്നായിട്ട് പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടും, നല്ല മാർക്ക് കിട്ടിയാൽ നല്ല ജോലി കിട്ടും, നല്ല ജോലി കിട്ടിയാൽ നല്ല സാലറി കിട്ടും, നല്ല സാലറി കിട്ടിയാൽ ജീവിതം എന്തായി സെറ്റായി എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു എനിക്ക് പൊതുവെ ഉണ്ടായിരുന്നത്. എന്നോട് പാരന്റ്സ് പറഞ്ഞിരുന്നു. പക്ഷെ 18 വയസ്സായി ഡിഗ്രിക്ക് പോകുന്ന സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത്, ഇന്ന് നാട്ടില് വിജയിച്ച ആളുകളെ ഞാൻ എടുത്തു നോക്കുമ്പോൾ ഒരിക്കലും ആരും ജോലിക്കാരല്ല, എല്ലാം ബിസിനസ് ചെയ്ത ആളുകളാണ് എന്നുള്ളതാണ്. അതോടുകൂടിയിട്ട് ഞാൻ എന്റെ മൈൻഡ് സെറ്റ് മാറ്റി ജോലിക്ക് പോകില്ല എന്ന് തീരുമാനിച്ചു. എന്തെങ്കിലും ബിസിനസ് ചെയ്താലേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ബിസിനസ് ചെയ്യണം എന്ന് തീരുമാനിച്ചിറങ്ങിയാലും എന്ത് ബിസിനസ് ചെയ്യുമെന്ന് അറിയില്ല. അങ്ങനെ അനേകം ബിസിനസ്സുകളെ പറ്റി പഠിച്ചു, സെർച്ച് ചെയ്തു. പക്ഷെ എല്ലാം അൾട്ടിമേറ്റ്ലി വേണ്ട 2 റിസോഴ്സുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഐഡിയ വേണം, 2 ക്യാപിറ്റൽ വേണം എന്നുള്ളതാണ്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളാണ്. കാരണം വേറെ ബിസിനസ് ചെയ്തൊന്നും എക്സ്പീരിയൻസ് ഇല്ല, 20 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഐഡിയ ഇല്ല. 2 ക്യാപിറ്റൽ എന്ന് പറയുന്ന സംഗതി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ്. ലക്ഷങ്ങൾ മുതൽ മുടക്കാൻ എന്റെ കയ്യിലില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഇല്ലാതെ തുടങ്ങാൻ പറ്റുന്ന എന്തെങ്കിലും സംരംഭങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ഈ ബിസിനസ് എന്റെ കൂടെ 10ാം ക്ലാസ് വരെ പഠിച്ച എന്റെ ആത്മാർത്ഥ സുഹൃത്താണ് ഈ ഒരു അവസരം പരിചയപ്പെടുത്തുന്നത്. അന്ന് പരിചയപ്പെടുത്തുന്നത് ഡിജിറ്റൽ ആയിട്ടല്ല, ഫിസിക്കൽ ആയിട്ടാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഇന്ന് കേട്ടുള്ള ഈ പ്രോഡക്റ്റ് ലോകമെമ്പാടും എത്തുന്ന സമയത്ത് നിനക്ക് അതിന്റെ ഗുണഭോക്താവാം, പ്രോഫിറ്റ് കിട്ടുന്ന വ്യക്തിയായിട്ട് മാറാം. ഇനി അതല്ല, നീ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ ഭാവിയിൽ ഈ പ്രോഡക്റ്റുകൾ നിനക്കും നിന്റെ ഫാമിലിക്കും നിർബന്ധമായിട്ട് വരുന്ന സമയത്ത് ക്യാഷ് കൊടുത്തു വാങ്ങുന്ന കൺസ്യൂമർ ആയിട്ട്, ഉപഭോക്താവായിട്ട് പോലും നിനക്ക് മാറാം. പക്ഷേ ഒരു ഗുണഭോക്താവായി കഴിഞ്ഞാൽ മാത്രമേ നിനക്ക് വലിയ രീതിയിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. ഇതിന്റെ വിതരണത്തിന് നിനക്ക് ആകെ വേണ്ടത് 37,200 രൂപയാണെന്ന് പറഞ്ഞു. പെരുന്നാൾക്ക് മാത്രം ഉപ്പയുടെയും ഉമ്മയുടെയും ഫാമിലിയുടെയും കയ്യിൽ നിന്ന് പെരുന്നാൾ പൈസ കിട്ടിയാല് മാത്രം ഒരു 500-1000 രൂപ കാണുന്ന എന്നോട് 37,200 രൂപ വേണമെന്ന് പറഞ്ഞപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ തുകയായിട്ട് ചിന്തിച്ചു. അപ്പോ എന്നോട് അദ്ദേഹം പറഞ്ഞുടാ, ഇന്ന് നമ്മുടെ നാട്ടില് 37,200 രൂപക്ക് തുടങ്ങാൻ പറ്റുന്ന എന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ നീ പറ. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം, 37,200 രൂപക്ക് ഒരു ചെറിയ ബിസിനസ്, ചെറിയ തട്ടുകട പോലും തുടങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ 37,200 രൂപക്ക് നമുക്ക് 12 പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. ആ 12 പ്രോഡക്റ്റ് ഇറക്കിയ പൈസയും കിട്ടി. അതായത് ഇവിടെ 100% എന്തില്ല, ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ആ സുഹൃത്തിനെ വിശ്വസിച്ച് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറായി. അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, ഞാൻ വിജയിക്കുമ്പോ എന്റെ കൂടെ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ വിളിക്കുന്നത് എന്ന് പറഞ്ഞു. ആ ആത്മാർത്ഥ സുഹൃത്തിനെ വിശ്വസിച്ച് ഏറ്റെടുത്തത് കൊണ്ട് ഇന്ന് എന്നുണ്ടാക്കി എന്ന് ചോദിച്ചാൽ 20-ാമത്തെ വയസ്സിൽ തുടങ്ങി ഇന്ന് 25-ാമത്തെ വയസ്സിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ ഒരു 5 വർഷക്കാലം കൊണ്ട് 1 രൂപ തുടങ്ങിയ ഈ മേഖലയിലൂടെ നെറ്റ് പ്രോഫിറ്റ് 1,05,00,000 രൂപക്ക് മുകളിൽ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഡിഗ്രി പഠനകാലത്ത് പഠിക്കാൻ കോളേജിലേക്ക് പോവാൻ വേണ്ടിയിട്ട് ഉപ്പയുടെയും ഉമ്മയുടെയും കൈയും കാലും പിടിച്ചിട്ട് ഒരു റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റ് എന്ന് പറയുന്ന വാഹനം ഞാൻ നേടിയെടുത്തു. ഉപ്പയുടെയും ഉമ്മയുടെയും പൈസ ഉണ്ട്. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഈ ബിസിനസ്സിലൂടെ 3 വാഹനങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിച്ചു. 23-ാമത്തെ വയസ്സിൽ ഹോണ്ട സിറ്റി എന്ന് പറയുന്ന കാറിലേക്ക് ആദ്യം അപ്ഗ്രേഡ് ചെയ്തു. 24 വയസ്സായപ്പോ വീണ്ടും അപ്ഗ്രേഡ് ചെയ്ത് ഒരു ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്ന 25 ലക്ഷം രൂപയുടെ വാഹനത്തിലേക്ക് മാറി. 2 ആഴ്ചകൾക്ക് മുമ്പ് എന്റെ 25-ാമത്തെ വയസ്സിൽ ഏതൊരു യുവാവിന്റെയും ഡ്രീം വാഹനമായിട്ടുള്ള റേഞ്ചർ റോവർ എന്ന് പറയുന്ന വാഹനം 2 ആഴ്ചകൾക്ക് മുമ്പ് ഫ്രഷ് വാഹനം 4 രജിസ്ട്രേഷൻ കേരള വെഹിക്കിള്
സ്വന്തം പൈസക്ക് എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ്. അപ്പൊ ഒരു യുവാവ് ഒരു ജോലി ചെയ്തോ ഒരു ബിസിനസ് ചെയ്തോ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു വ്യക്തി, ഒരു സ്റ്റുഡന്റ് കാറ്റഗറിയിൽ നിന്നും വന്ന ഒരു വ്യക്തി, വേറെ ക്യാപിറ്റലോ ഇൻവെസ്റ്റ്മെന്റോ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തി, ഇങ്ങനത്തെ ഒരു സാധാരണക്കാരനായി വന്ന ഒരു വ്യക്തിക്ക് വിജയിക്കാൻ ഈ ബിസിനസ്സിലൂടെ പറ്റിയത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഞാൻ ഇനി അടുത്തൊരു 3 മിനിറ്റ് കൊണ്ട് പറയാൻ പോകുന്നത്. നിങ്ങൾ അടുത്തൊരു 3 മിനിറ്റ് വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ ഒരു ബിസിനസ് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ആ നാട്ടുകാർ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നത്തിനുള്ള പരിഹാരമാവണം എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നേരത്തെ സാദിഖ് സർ ഇവിടെ പ്ലാൻ പ്രസന്റേഷൻ ചെയ്ത സമയത്ത് പറഞ്ഞു, ഇന്ന് നിങ്ങൾ പണം സമ്പാദിക്കണമെങ്കിൽ ടെക് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ തുടങ്ങണം എന്നുള്ളതാണ്. ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ പറയാം. ആപ്ലിക്കേഷന്റെ പേരാണ് സൊമാറ്റോ. സൊമാറ്റോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വഴി അവർക്ക് സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറന്റ് പോലും ഇല്ല, പക്ഷെ ഒരു ആപ്ലിക്കേഷൻ വഴി അവര് കോടികൾ സമ്പാദിച്ചു എന്നുള്ളതാണ്. അതിന് കാരണം എറണാകുളത്തോ കോഴിക്കോടോ പോലത്തെ സിറ്റികളിൽ നിങ്ങൾക്കറിയാം വൻകിട ട്രാഫിക് ആണ്. വാഹനമെടുത്ത് ഒരു ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 1, 2, 3 മണിക്കൂറാണ് നമുക്ക് ചെലവാകുന്നുണ്ടാവുക. അതിന് പകരമായി ആപ്ലിക്കേഷൻ സൊമാറ്റോ എന്ന് പറയുന്ന ആപ്ലിക്കേഷന് സൊല്യൂഷൻ കൊണ്ടുവരികയാണ്. നിങ്ങൾ മൊബൈൽ ഫോണിൽ ഏത് റെസ്റ്റോറന്റ് ഫുഡാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുടെ വീട്ടിന്റെ അകത്തേക്ക് പ്രോഡക്റ്റ് ഫുഡ് ഡെലിവറി ചെയ്തു തരും എന്ന് പറഞ്ഞ സമയത്ത് ആ നാട് അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നത്തിന് പരിഹാരമായപ്പോൾ ആ ആപ്ലിക്കേഷൻ വഴി ആളുകൾ കോടികൾ സമ്പാദിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓയോ എന്ന് പറയുന്ന കമ്പനി ഒരു ആപ്ലിക്കേഷൻ വഴി ടാക്സി ഡ്രൈവർമാരെ ലിങ്ക് ചെയ്തുകൊണ്ട് ആളുകൾക്ക് ടാക്സി ഏറ്റവും എളുപ്പം കിട്ടുന്ന ലെവലിലേക്ക് ഒരു ആപ്ലിക്കേഷൻ മാറിയപ്പോൾ ആ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയ വ്യക്തി ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കി എന്നുള്ളതാണ്. പക്ഷെ സ്വന്തമായിട്ട് അദ്ദേഹത്തിന് ഒരു ടാക്സി പോലും ഇല്ല. ഓരോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സ്വന്തമായിട്ട് ഹോട്ടൽ പോലും ഇല്ല, പക്ഷെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കോടികൾ സമ്പാദിച്ചു എന്നുള്ളതാണ്. ഇതിന് അർത്ഥം ഇനി മുതൽ നമ്മുടെ നാട് അനുഭവിക്കുന്ന പ്രശ്നത്തിന് സൊല്യൂഷൻ കൊടുത്താൽ ആ ബിസിനസ് വലിയ രീതിയിൽ വളരും എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇന്ന് നമ്മുടെ നാട് അനുഭവിക്കുന്ന 3 പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പ്രശ്നമാണ് ആരോഗ്യ പ്രശ്നം. ഇന്ന് നമ്മുടെ നാട്ടിൽ രോഗികളുടെ എണ്ണം കൂടുകയാണ് കുറയുകയാണ്? തീർച്ചയായിട്ടും കൂടുകയാണ്. കൂടുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോ നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റൽസിന്റെ എണ്ണം കൂടുകയാണോ കുറയുകയാണോ? തീർച്ചയായിട്ടും അതും വളരുകയാണ്, കൂടുകയാണ്. ഹോസ്പിറ്റൽസിന്റെ എണ്ണം കൂടി, അപ്ഡേഷൻസ് കൂടി, മെഷീനറീസിന്റെ എണ്ണം കൂടി, ഡോക്ടേഴ്സിന്റെ എണ്ണം കൂടി. പക്ഷെ രോഗികളുടെ എണ്ണം, ഡോക്ടേഴ്സിന്റെ എണ്ണം ഇത്രയും ഫെസിലിറ്റി ഉണ്ടാകുമ്പോൾ രോഗികളുടെ എണ്ണം കുറയേണ്ടത് ശരിക്ക് കൂടുകയാണ് ചെയ്തത്. എന്തുകൊണ്ട്? കാരണം ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നു. ഇന്ന് ഈ മീറ്റിംഗിൽ കയറുന്നതിന് മുമ്പ് എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. ജസ്റ്റ് ഒരു 38-39 വയസ്സുള്ള വ്യക്തി. എനിക്ക് എന്റെ ചെറുപ്പകാലത്ത് എന്റെ മുടി വെട്ടാൻ വേണ്ടി സഹായിച്ചിരുന്ന ഒരു ബാർബർ, അദ്ദേഹം പെട്ടെന്ന് ഹൃദയാഘാതം വന്ന് മരണപ്പെട്ടിരിക്കുന്നു. ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇരുന്ന വ്യക്തി പെട്ടെന്ന്. അപ്പൊ നോക്കുന്ന സമയത്ത് ആൾക്ക് അറ്റാക്ക് ഉണ്ടായതാണ്, സൈലന്റ് അറ്റാക്ക്. എന്തുകൊണ്ട്? നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണമാണ് മെയിൻ. നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ളത് കിട്ടണം. ആവശ്യമുള്ളത് കിട്ടിയില്ലെങ്കിൽ ശരീരം രോഗിയാവും. ആവശ്യമില്ലാത്ത ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ പറ്റണം. പുറന്തള്ളാൻ പറ്റിയിട്ടില്ലെങ്കിലും ശരീരം രോഗിയാവും. ഈ പ്രോസസ്സ് നടത്താൻ പറ്റിയ ഇന്ന് മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റും ഇല്ല. ഒരു പ്രോഡക്റ്റേ ഉള്ളൂ. അത് നമ്മുടെ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള iPulse എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ്. എന്നോട് ഈ ബിസിനസ്സിലേക്ക് എന്നെ കൊണ്ടുവന്ന സുഹൃത്ത് ചോദിച്ചു, എടാ നീ എത്ര വർഷമായിട്ട് ബിരിയാണി കഴിക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞു ഒരു 15 വർഷമായിട്ട് ബിരിയാണി കഴിക്കുന്നുണ്ടാവാം. അന്ന് പറഞ്ഞു 5 വയസ്സ് മുതൽ ബിരിയാണി. പക്ഷേ 15 വർഷമായിട്ട് ബിരിയാണി കഴിച്ച ഞാൻ എല്ലാ പ്രാവശ്യവും ബിരിയാണി കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകാറുണ്ട്. പക്ഷെ ഇതെല്ലാം ചെന്നിട്ടുള്ളത് എന്റെ ശരീരത്തിലേക്കാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ എന്റെ ശരീരം എന്ത് ചെയ്തിട്ടില്ല? സർവീസ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ഹൃദയാഘാതം വന്നില്ലെങ്കിലേ സംശയമുള്ളൂ. നമ്മൾ ഓരോരുത്തരുടെയും ശരീരത്തിന്റെ അവസ്ഥ ഇതാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തിനെ സർവീസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് iPulse. അടുത്തൊരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാം. ആ പ്രോഡക്റ്റിന്റെ പേരാണ് iCoffee. ഇന്ന് സൈലന്റ് കില്ലർ എന്നറിയപ്പെടുന്ന ഒരു മഹാമാരിയാണ് ഡയബറ്റീസ്, പ്രമേഹം എന്നുള്ളത്. ശരീരത്തിൽ പ്രമേഹം വന്നു കഴിഞ്ഞാൽ പിന്നെ മാറില്ല എന്നുള്ളതിലുപരി പ്രമേഹം വന്നു കഴിഞ്ഞാൽ ശരീരത്തിലേക്ക്
അനേകം ഡാമേജസുകളും പ്രമേഹം എന്ന് പറയുന്ന രോഗം കൊണ്ടുണ്ടാവും. സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും. കണ്ണിന് ബ്ലറിംഗ് വിഷൻ ഉണ്ടാവും, കൈകാലുകൾക്ക് തരിപ്പുണ്ടാവും, ശരീരത്തിന്റെ ഭാരം കുറയും, അതുപോലെ തന്നെ ക്ഷീണം കൂടും തുടങ്ങിയിട്ട് സെക്ഷൽ ഇഷ്യൂസ് മുതൽ അനേകം പ്രശ്നങ്ങൾ പ്രമേഹം വന്ന ഒരു രോഗിക്ക് ഉണ്ടാവും. അലോപ്പതി മെഡിസിൻസ് കഴിച്ചാൽ ആ പ്രമേഹത്തിന്റെ ആ സമയത്തുള്ള പരിഹാരം മാത്രമേ ആവുകയുള്ളൂ, ഒരിക്കലും സൈഡ് എഫക്ട്സിന് പരിഹാരം ആവില്ല. എന്നാൽ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ശരീരത്തിലെ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സൈഡ് എഫക്റ്റുകൾ പ്രമേഹം കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ സൈഡ് എഫക്റ്റിനെ ആരോഗ്യത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഐ കോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഈ 2 പ്രോഡക്റ്റുകൾ മാത്രം നിങ്ങൾ എടുത്തോളൂ. ഈ പ്രോഡക്റ്റിന് സാധ്യത ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു പോവുക. ഈ ആഴ്ച മുതൽ കമ്പനി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു, ഈ ആഴ്ച മുതൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന രാജ്യത്ത് ഇനി മുതൽ അറബി എഴുത്തിൽ അറബ് ലൈസൻസോട് കൂടിയിട്ട് ഡോർ ടു ഡോർ ഡെലിവറി വിത്തിൻ 24 hours കൊണ്ട് നമ്മുടെ ഐ കോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ലഭ്യമാവുന്നു. അറബ് രാജ്യം ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ബീവറേജ് ഏതാന്ന് ചോദിച്ചാൽ അത് ചായയല്ല, അത് കോഫിയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് കോഫിയാണ്. അതേസമയം കോഫിക്ക് കഫീൻ കണ്ടന്റ് ഉണ്ടെങ്കിൽ കഫീൻ കണ്ടന്റ് ഇല്ലാത്ത കോഫിയാണ് നമ്മുടെ ഐ കോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റ്. മാത്രമല്ല ആയുർവേദിക് ആണ്, സൈഡ് എഫക്റ്റ് ഇല്ല, ഡയബറ്റീസിനെ മാനേജ് ചെയ്യാൻ പറ്റും ചെയ്യും. ഈ പ്രോഡക്റ്റിന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന രാജ്യത്ത് സാധ്യത ഉണ്ടോ ഇല്ലയോ? ഇതുവരെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് കൊറിയർ ആണ് ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോ 24 മണിക്കൂർ കൊണ്ട് ഡോർ ടു ഡോർ ഡെലിവറി ലഭ്യമാണ് അവിടെ. ഒരു അറബി ഒരു പ്രോഡക്റ്റിൽ ഒരു സാഷ് ഉപയോഗിച്ചാൽ പിന്നെ അതേ വാങ്ങി കൂട്ടുന്നതിന് കണക്കുണ്ടാവില്ല എന്നുള്ളതാണ്. ഇതേ അവസരം നിങ്ങൾക്ക് ഇന്ന് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് തുടങ്ങാം. കഴിഞ്ഞ 12 വർഷമായിട്ട് സക്സസ്ഫുൾ ആയി നടക്കുന്ന കമ്പനിയാണ്. നമ്മൾ ചെയ്താലും ഇല്ലെങ്കിലും ആളുകൾ കയറി ചെയ്യും. ഇങ്ങനെ നിങ്ങൾ ഒരു വിതരണക്കാരനായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രാഞ്ചൈസി കൊടുക്കാം. ഒരു കോഫി ഷോപ്പ് ഇട്ട ഒരാളാണോ 100 കോഫി ഷോപ്പ് തുടങ്ങിയ ഒരാളാണോ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു പോവുക. 100 കോഫി ഷോപ്പ് തുടങ്ങിയ ഒരാളായിരിക്കും തീർച്ചയായിട്ടും. പക്ഷെ 100 കോഫി ഷോപ്പ് തുടങ്ങിയ അത്രയും ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ കയ്യിൽ വേണം. പക്ഷേ ഈ ബിസിനസിന്റെ ഫ്രാഞ്ചൈസി 1 രൂപ ചെലവില്ലാതെ നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് കൊടുക്കാം. അദ്ദേഹം കച്ചവടം ചെയ്യുന്നതിന് നിങ്ങൾക്ക് 5% കമ്മീഷൻ കിട്ടും. എന്റെ കൂടെ ഇന്ന് 2000-ൽ പരം ആളുകൾ വർക്ക് ചെയ്യുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട്. GCCയിലുള്ള എല്ലാ രാജ്യങ്ങളിലും ആളുകളുണ്ട്, ലണ്ടനിലുണ്ട്, കാനഡയിലുണ്ട്. അവിടെ കച്ചവടം നടക്കുമ്പോഴും എനിക്ക് ഇന്ത്യയിൽ കേരളത്തില് മലപ്പുറം ജില്ലയിൽ വേങ്ങര ഇരുന്നിട്ട് വരുമാനം വരുന്നു. ഈ മേഖലക്ക് സാധ്യത ഉണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു പോവുക. ഈ 2000-ൽ പരം വരുന്ന ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാൻ എനിക്ക് 1 രൂപ ചെലവില്ല. അവര് പ്രോഡക്റ്റ് കച്ചവടം ചെയ്താൽ എനിക്ക് ഇവിടെ പൈസ വരും. അങ്ങനെ പൈസ വരുന്ന സമയത്ത് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആരോഗ്യം കിട്ടും. ഈ ബിസിനസ് ചെയ്താൽ സാമ്പത്തികപരമായിട്ട് വളരാനും പറ്റും. മൂന്നാമതായിട്ട് ഈ നാട് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ തൊഴിലില്ലായ്മയാണ്. നിങ്ങൾ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഇത് ആഭ്യന്തരമന്ത്രി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷൻ നിങ്ങൾ എല്ലാവർക്കും അറിയാം. അതിൽ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും യുവാക്കളാണ്. എന്തുകൊണ്ട് യുവാക്കൾ ഇതിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് വരുമാനത്തിന് വേറെ മാർഗങ്ങളില്ല എന്നുള്ളതാണ്. 15,000-നും 12,000-നും 20,000 രൂപക്കൊക്കെയാണ് ബിടെക്കുകാരനും എംടെക്കുകാരനും ഹൈ ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ജോലിക്ക് നിൽക്കുന്നത്. തീർച്ചയായിട്ടും 20,000 രൂപക്ക് നമുക്ക് ഇന്ന് നാട്ടിൽ ജീവിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണുള്ളത്. അത്രയും ചെലവുകൾ വർദ്ധിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഡ്രഗ്സ് കാരിയേഴ്സ് ആയിട്ട് മാറുകയാണ്. എന്നാൽ 20 വയസ്സുകാരനായിട്ടുള്ള സുഫാൻ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ബിസിനസ് തുടങ്ങിയതോടുകൂടി എല്ലാ ആഴ്ചയും 1 രൂപ ബ്ലാക്ക് മണി ഇല്ലാതെ എല്ലാം ടാക്സ് അടച്ച് വൈറ്റ് മണി എവറി വീക്ക് ഞാൻ ഇന്ന് വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ മാസവും ഇൻഡിവിജ്വലി ഞാൻ GST അടച്ച് ടാക്സ് അടച്ച് ഉത്തമമായിട്ട് ഞാൻ വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. ടാക്സ് അടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഗവൺമെന്റിന് അതൊരു വരുമാനമാണ്. എന്റെ വരുമാനം വർദ്ധിക്കുകയാണ് ഈ ഒരു ബിസിനസിന്റെ ഓൺടർപ്രണർഷിപ്പിലൂടെ. നിങ്ങൾക്ക് ഈ ബിസിനസ് ഡിജിറ്റലായിട്ട് ചെയ്യാം, ഫിസിക്കലായിട്ട് ചെയ്യാം. ഇവിടെ ഏരിയ ലിമിറ്റ് ഇല്ല, ടാർഗറ്റ് ഇല്ല, ഇവരെ ഇൻകം ലിമിറ്റ് ഇല്ല. എത്രയാണോ സമ്പാദിക്കേണ്ടത് അത് നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ്. സോ ഡിസിഷൻ ഈസ് യുവേഴ്സ്. നല്ലൊരു തീരുമാനം എടുക്കാൻ ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം ചെയ്യട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ബിക്കോസ് തീരുമാനം ഞാൻ അന്ന് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഗൾഫില്
ഏതെങ്കിലും ഒരു ബ്രോസ്റ്റ് കടയിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ 25,000, 30,000, 35,000 രൂപക്ക് ഞാൻ ജീവിതം നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ജീവിതത്തിൽ ഒരു മാറ്റങ്ങളും വരുന്നിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. സോ ഇറ്റ്സ് വൺ ഡിസിഷൻ, ഒരു തീരുമാനമാണ് നിങ്ങളുടെ ലൈഫിനെ മാറ്റുന്നത്. ഇന്നൊരു തീരുമാനം എടുക്കാൻ സർവേഷനും തുറക്കട്ടെ. വിഷിംഗ് യു ഓൾ ദ സക്സസ്. ജയ് ഹിന്ദ്. താങ്ക് യു സോ മച്ച്. ഹാൻഡ് ഓവർ ടു ദ ബ്യൂട്ടിഫുൾ MC മിസ്റ്റർ മുഹമ്മദ് ഇർഷാദ്.